നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് കുരുക്കുമുറുകുന്നു. നവകേരള സദസ്സിലെ സാമ്പത്തിക ക്രമക്കേടിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി. കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ വകമാറ്റിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. 100 കോടിക്കടുത്ത് ചിലവഴിച്ചാണ് നവകേരള സദസ്സ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചത്. 1.5 കോടി ചിലവഴിച്ചാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാനുള്ള ശീതീകരിച്ച വാഹനം പുറത്തിറക്കിയത്. മുഖ്യമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ച പോസ്റ്ററിനും ലഘുലേഖയ്ക്കും ബ്രോഷറിനും വേണ്ടി ചിലവഴിച്ചത് 25 കോടി. മേൽപ്പറഞ്ഞ കോടികൾ ചിലവഴിച്ച് നടത്തിയ പര്യടനം കൊണ്ട് സാധാരണക്കാർക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്നതാണ് ഉയരുന്ന വിമർശനം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സംസ്ഥാനത്തിന്റെ നില മെച്ചപ്പെടുത്താൻ യാത്രയ്ക്ക് കഴിഞ്ഞോ എന്ന ചോദ്യവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. 140 നിയോജക മണ്ഡലങ്ങളിൽ മന്ത്രിസഭ നേരിട്ടെത്തി പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കുമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ പരാതികളിൽ 90% പരിഹാരമാകാതെ കെട്ടിക്കിടക്കുന്നു. ചിലവഴിച്ച 100 കോടി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതെന്നാണ് കേന്ദ്രത്തിന് ലഭിച്ച പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ധനമന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയത്. നിയമസഭയിലടക്കം മറുപടി പറയാതെ ഒഴിഞ്ഞുമാറിയ മുഖ്യമന്ത്രിക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് കേന്ദ്ര നീക്കം. രാജീവിനൊപ്പം രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.